എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിടിലൻ 2 നില വീടാണ്. പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രം മാറി പ്രവിത്താനം ഭരണങ്ങാനം ടൗണുകൾക്ക് ഇടയിലാണ് ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. 12.5 സെൻറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട് 2850 സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. PWD റോഡിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറി മനോഹരമായ ഏരിയ നിർമ്മിച്ചിരിക്കുന്ന വീടാണിത്. വെള്ളപ്പൊക്കമൊന്നും ഒരിക്കലും ബാധിക്കില്ലാത്ത നല്ലൊരു ഏരിയയാണ്. നല്ല വീതിയേറിയ സ്ലൈഡിംഗ് ഏരിയയാണ് വീടിന് മുന്നിൽ കൊടുത്തിരിക്കുന്നത്. മുറ്റം മുഴുവൻ റോഡിൽ നിന്നും മുറ്റത്തേക്ക് കിടക്കുന്ന ഭാഗം മുഴുവൻ ഇൻ്റർലോക്ക് ചെയ്ത് ഗ്രാസൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. വീടിൻ്റെ മുൻവശം വരെ ടാർ റോഡാണുള്ളത്. നല്ലൊരു ഏരിയയാണ്. 2850 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് 4 ബെഡ്റൂമുകളാണുള്ളത്. താഴത്തെ നിലയിൽ തന്നെ 3 ബെഡ്റൂമുകളുണ്ട്. മുകളിൽ ഒരു ബെഡ്റൂമുണ്ട്. അപ്പോൾ 4 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട്. വിശാലമായ ഹാളുകളാണ് ഈ വീടിനുള്ളത്. ഒരു എൽ ഷേപ്പിലുള്ള സിറ്റൗട്ട് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നു. നല്ല മുറ്റമാണ് ഈ വീട്ടിനുള്ളത്. സൈഡുകളിൽ 2 സൈഡിലുമായി നല്ല വിശാലമായ മുറ്റമുണ്ട്. കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ കോർണറായിട്ട് കിണർ വന്നിരിക്കുന്നു. ഈ ഭാഗത്തൊക്കെ ചരൽ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. എൽ ഷേപ്പിലുള്ള സിറ്റൗട്ട് ഇവിടെ കാണാൻ പറ്റുന്നു. മുറ്റം മുഴുവൻ ഇതുപോലെ ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. സൈഡുകളൊക്കെ ചെടികളൊക്കെ കൊടുത്ത് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായി നമ്മുടെ വലിയൊരു കാർ പോർച്ച് നൽകിയിട്ടുണ്ട്. ഒരു 4-5 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീടിൻ്റെ മുറ്റത്തുണ്ട്. പ്രവിത്താനം ഭരണങ്ങാനം ടൗണുകൾക്കിടയിലായിട്ട് PWD റോഡിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പോർച്ചിൽ നിന്ന് സിറ്റൗട്ടിലേക്ക് സ്റ്റെപ്പുകൾ കൊടുത്തിരിക്കുന്നു. വലിയ ജനലുകളാണ് ഈ വീട് നൽകിയിരിക്കുന്നത്. തേക്ക്, ആഞ്ഞിലി തുടങ്ങിയ തടികളാണ് ജനലുകളും കഥകളും എല്ലാം നിർമ്മിക്കാനായി ഉപയോഗിച്ചിട്ടുള്ളത്. പറ്റാത്ത വെള്ളം ലഭിക്കുന്നൊരു മേഖലയാണ്. നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടൊക്കെ ആദ്യം ഒന്ന് കാണാം. അതിനുശേഷം അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. സൈഡുകളൊക്കെ ചെടികളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. വീടിൻ്റെ മുൻഭാഗത്തിനെ കൊണ്ടുവന്നിരിക്കുന്നു. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് ഈ ഒരു സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ചൂണ്ടശ്ശേരി സെൻറ്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് 1.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അതുപോലെ സാൻ ജോസ് സ്കൂളുണ്ട്, CBSE സ്കൂൾ അടുത്തുണ്ട്. അങ്ങനെ സൗകര്യങ്ങളെല്ലാമുള്ള നല്ലൊരു ഏരിയയാണ്. പാലാ, പ്രവിത്താനം, ഭരണങ്ങാനം തുടങ്ങിയ ഏരിയകളിലെല്ലാം സ്കൂൾ ബസ്സുകൾ നമ്മുടെ വീട് തൊട്ടടുത്ത് കൂടിയുള്ള റോഡിൽ കൂടി കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോർണറായിട്ട് അലക്കല്ലും ടാപ്പും കൊടുത്തിരിക്കുന്നു. പുറകുവശത്ത് പല വൃക്ഷങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ മുൻവശത്തും ഒരു സൈഡിലും ധാരാളം സ്പേസ് വന്നിരിക്കുന്നു. നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്കൊന്ന് പോകാം. വലിയൊരു ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. സൈഡിലൊക്കെ വലിയ ജനലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയേറിയൊരു ഫ്ലോറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള ഫ്ലോറിംഗ് കൊടുത്തിരിക്കുന്നു. സീലിംഗ് വർക്കുകളും ഫാനുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാർട്ടീഷൻ കാണാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സൈഡിലോട്ടൊരു കോർണർ ഒരു ചെറിയ കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഡൈനിങ് ഏരിയയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഈ ഒരു സൈഡിലായിട്ട് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമേറിയ ഒരു ഹാളാണ്. ഫാമിലി ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടി വരുന്ന വലിയൊരു ഹാളാണിത്. വലിയ വിൻഡോയാണ്. ഇവിടെ ഡോറുകൾ തുറക്കാവുന്ന രീതിയിൽ ജനൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ സ്റ്റൈൽ ഒരു കിച്ചണാണ് ഇവിടെ വന്നിട്ടുള്ളത്. കബോർഡ് വർക്കുകൾ മുഴുവൻ തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റോർ ഏരിയ കൂടി വന്നിട്ടുണ്ട്. സെക്കൻഡ് കിച്ചണാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. കബോർഡുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. നല്ല സൗകര്യപ്രദമായ രീതിയിലുള്ള കിച്ചണും വർക്ക് ഏരിയയും ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹാളിൻ്റെ ഒരു വലിപ്പമാണ് ഈ കാണുന്നത്. നല്ല വലിപ്പമേറിയ ഹാളാണ്. TV ഒക്കെ അവിടെ കോർണറിൽ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. ടേബിൾ ടോപ്പ്, വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അടിവശത്ത് കബോർഡുകൾ കൂടി നൽകിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ തന്നെ 3 ബെഡ്റൂമുകളാണുള്ളത്. TV യൂണിറ്റിൻ്റെ ഭാഗമൊക്കെ നല്ല ടെക്സ്ചർ വർക്കുകൾ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഡബിൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്നു. മുകളിൽ നിന്ന് നല്ല ഹാങ്ങിങ് ഫാൻസി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 2ാം നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു ബെഡ്റൂമാണിത്. നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ്. AC പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫാനുകളും ലൈറ്റുകളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ഏരിയയിൽ വലിയ വാർഡ്രോബ് നൽകിയിരിക്കുന്നു. ഇവിടെ 3 ഡോറുള്ള വലിയ വാർഡ്രോബാണ് നൽകിയിട്ടുള്ളത്. 4 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും വലിയൊരു ബാത്റൂമാണ്. 12.5 സെൻറ്റിൽ 2850 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ സൗകര്യങ്ങൾ ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്.
വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത മേഖലയിൽ ആരാധനാലയങ്ങളെല്ലാം അടുത്തുള്ള നല്ലൊരു ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. സ്കൂളുകളും കോളേജുകളും എല്ലാം വളരെ അടുത്തുള്ള നല്ലൊരു ഏരിയ. എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് 1.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അതുപോലെ CBSE സ്കൂൾ അടുത്തുണ്ട്, കോൺവെൻറ്റ് സ്കൂൾ അടുത്തുണ്ട്. ബർണിങ്ങാം ടൗണിലേക്ക് കഷ്ടിച്ചൊരു 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം. പ്രവിത്താനം ഹൈവേയിലേക്ക് 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ക്രിസ്ത്യൻ പള്ളികൾ അടുത്ത് വരുന്നത് ചൂണ്ടച്ചേരിയിൽ പള്ളിയുണ്ട്, അതുപോലെ തന്നെ പ്രവിത്താനം ഫൊറോന പള്ളിയുണ്ട്. ബർണിങ്ങാനത്തേക്ക് 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ക്ഷേത്രങ്ങൾ അടുത്തുണ്ട്. അതുപോലെ എല്ലാ സൗകര്യങ്ങളും അടുത്തുള്ള നല്ലൊരു ഏരിയയാണ്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ താഴത്തെ നിലയിൽ 3 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. വിശാലമായ 2 ഹാളുകൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് 2ാം നിലയിലേക്ക് ഒന്ന് പോകാം. ഇവിടെ നമുക്ക് വലിയ ബാൽക്കണികളുണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ ടെറസുണ്ട്, വലിയൊരു ബെഡ്റൂം കൂടിയുണ്ട്. ഇവിടെ ഒരു ഹാളുണ്ട്. ഈ ഒരു ഡോറ് തുറന്നാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഓപ്പൺ ടെറസാണ് കാണാൻ പറ്റുന്നത്. ഇനി എക്സ്ട്രാ ഒരു മുറി പിടിക്കാനൊക്കെ ഉള്ളൊരു സ്പേസ്, 1-2 റൂമുകൾ എടുക്കാനുള്ള സ്പേസ് ഇവിടെയുണ്ട്. അല്ലെങ്കിൽ ഡ്രസ് വർക്ക് ചെയ്തെടുത്താൽ നമുക്ക് ഡ്രസ്സൊക്കെ വിരിക്കാനുള്ള സ്പേസ് കൂടി കിട്ടും. വാട്ടർ ടാങ്കൊക്കെ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും മുകളിലാണ്. ഇവിടെ ഒരു ഷോ വാളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പുറമേ നോക്കുമ്പോൾ വലിപ്പം തോന്നുന്ന വലിയൊരു ഭിത്തി കൊടുത്തിരിക്കുന്നു. നേരെ കാണുന്ന വീട് റോഡ് ഫ്രണ്ടേജിലാണ്. അപ്പോൾ അത്രയും ദൂരം മാത്രമേ ഉള്ളൂ മെയിൻ റോഡിൽ നിന്ന് നമുക്കുള്ള ദൂരം. മെയിൻ റോഡിൽ നിന്നാൽ ഈ വീട് കാണാൻ സാധിക്കും. ഇവിടെ നിന്നാൽ റോഡിൽ കൂടി വാഹനങ്ങൾ പോകുന്ന അത്ര കാണാൻ പറ്റുന്ന പോലെ അത്രയും അടുത്താണ്. വീടിൻ്റെ ഫ്രണ്ടിലെ ബാൽക്കണിയാണ് ഈ കാണുന്നത്. നല്ല വലിപ്പമേറിയൊരു ബാൽക്കണി ഇവിടെ കാണാൻ സാധിക്കുന്നു. നല്ല ഭംഗിയായിട്ട് ഈ സൈഡിലേക്കും കൂടി വ്യൂ കൊടുത്തിരിക്കുന്നു. നമുക്ക് റോഡിൻ്റെയൊക്കെ ഒരു വ്യൂ കിട്ടാവുന്ന പോലെ നല്ലൊരു ബാൽക്കണിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പം നല്ല ഭംഗിയിലും ക്വാളിറ്റിയിലും നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് ഉടമ ചോദിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. 12 സെൻറ്റാണ് സ്ഥലം. 2850 സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായ വീട് ചോദിക്കുന്ന വില 95 ലക്ഷം രൂപ. അതൊരു നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ സൗകര്യം ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ഒരു വീട് വന്ന് കാണാനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നതാണ്. ലൊക്കേഷനും വീടിൻ്റെ ക്വാളിറ്റിയൊക്കെ ബോധ്യപ്പെട്ട് ലോൺ സൗകര്യത്തിലൂടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഞങ്ങളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മുകളിലത്തെ നിലയിലെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളും ഇതുപോലെ വലിയ ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂമിലും കബോർഡുകളുണ്ട്. അതുപോലെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ ഡോർ ഈ ഒരു ഭാഗത്തുനിന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ നല്ല വലിയൊരു വീടാണിത്. ഒരു 95 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വീടുകൾ നോക്കുന്നവർക്ക് വാങ്ങാൻ പറ്റുന്നൊരു പ്രൈസ് കൂടിയാണ്.